എൻ്റെ പേര് സുഹറ. എൻ്റെ പ്രായം 39. എനിക്ക് 2 മക്കൾ. മൂത്തത് മകൾ +2 പഠിക്കുന്നു. ഒപ്പം എൻട്രൻസിനും പ്രിപ്പയർ ചെയ്യുന്നു. അവൾ പാലയിൽ നിന്നാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭർത്താവ് നിസാർ ദുബായിലാണ്. 2 വർഷത്തിലൊരിക്കൽ നിസാർക്ക നാട്ടിൽ വരും. നല്ല മദ്യപാനിയായ ഇക്ക വരുമ്പോൾ 2 മാസത്തിനിടയ്ക്ക് 4-5 പ്രാവശ്യമാണ് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നത്. എനിക്ക് അതൊന്നും പോരായിരുന്നു. നല്ല സ്മാർട്ടായ ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു കടി അവിടെ അനുഭവപ്പെടാറുണ്ടായിരുന്നു. ഇനി എന്നെക്കുറിച്ച് പറയാം. ഞാൻ 39 വയസ്സായെങ്കിലും എന്നെ കണ്ടാൽ മാക്സിമം 34-35 വയസ്സേ തോന്നുകയുള്ളൂ. എന്നെ കാണുവാൻ ഏകദേശം പറഞ്ഞാൽ സിനിമാ നടി രേഖയുള്ള ഒരു കട്ടാണ്. എല്ലാവരും പറയാറുണ്ട് ഞാൻ ഈ ഏരിയയിലെ പലരുടെ ഉറക്കം കളഞ്ഞിരുന്നു. ഇനി കഥയിലേക്ക് വരാം. ഈ കഥയിലെ എൻ്റെ നായകൻ എൻ്റെ അനുജത്തിയുടെ പുയ്യാപ്ല ഫൈസി എന്ന് വിളിക്കുന്ന ഫൈസലാണ്. അവൻ ആദ്യമായി എൻ്റെ അനിയത്തി നൂറുവിനെ പെണ്ണു കാണുവാൻ വന്നപ്പോൾ തന്നെ അവനറിയാതെ ഞാൻ അറിയാതെ അവൻ എന്നെയും ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ കുടുംബ വീട്ടിന് 2 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ മോനും ഞാനും മാത്രമാണുള്ളത്. എൻ്റെ മോൾ കോട്ടയം ജില്ലയിലെ പാലായിലാണ്. ആദ്യമൊക്കെ ഫൈസി വീട്ടിൽ വന്നാൽ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ലായിരുന്നു. ഞാനും കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നില്ല. എൻ്റെ അനിയത്തി നൂറു വീട്ടിൽ വരുമ്പോഴെല്ലാം എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. സൗദിയിൽ ഒരു ഓയിൽ കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്നു ഫൈസി. വർഷത്തിൽ 2-3 തവണയായി ഏകദേശം 3 മാസം ഫൈസി നാട്ടിലുണ്ടാകാറുണ്ട്. 3-4 മാസം കൂടുമ്പോൾ അവൻ വരുന്നതിനാൽ നല്ല സുഖമായിരുന്നു. അതിൽ എനിക്ക് അവളോട് ലേശം അസൂയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ സ്വപ്ന നായകനായി ഫൈസി മാറുവാൻ അധികം സമയമൊന്നും വേണ്ടിയൊന്നുമില്ല. അതിൻ്റെ കഥ ഞാൻ പറയാം. ഫേസ്ബുക്കിൽ ഫൈസിയും ഞാനും ഫ്രണ്ട്സ് ആയിരുന്നു. എങ്കിലും ആ ബന്ധം ഒരിക്കലും മറ്റൊരു രീതിയിലായിരുന്നില്ല. ഫൈസി സ്ത്രീയുടെ പേരിൽ ഒരു കള്ള അക്കൗണ്ട് ഉണ്ടാക്കി എനിക്ക് മെസ്സേജുകൾ അയക്കുമായിരുന്നു. പിന്നെ നല്ല ചൂടൻ മെസ്സേജുകളും വീഡിയോകളും ഫോട്ടോസൊക്കെ വന്നു തുടങ്ങി. ഞാനത് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും പുറമെ കാണിച്ചില്ല. 3-4 മാസം എനിക്ക് കള്ള ഐഡിയയിലൂടെ ഫൈസി മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഒരു പോസിറ്റീവ് സിമ്പിൾ അയച്ചു. അതവൻ ധൈര്യമായി. ഞാൻ എൻ്റെ വീട്ടിൽ മോൻ ഉറങ്ങിയ ശേഷവും അവനില്ലാത്തപ്പോഴും ഈ വീഡിയോകൾ കണ്ട് ആസ്വദിച്ചു. എൻ്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കിയ അവൻ എന്നെ വളയ്ക്കുവാനായി സ്വന്തം വാട്സപ്പിൽ നിന്നും മെസ്സേജുകൾ അയച്ചു തുടങ്ങി. ആദ്യം ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ഒക്കെ അയക്കുമായിരുന്നു. പിന്നെ അല്പം കോമഡികൾ അയച്ചു. ഒരു ദിവസം 3-4 കമ്പിക്കഥകൾ അവൻ എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് എന്നോട് മാറിപ്പോയി സോറി എന്നൊക്കെ പറഞ്ഞു. ഇതാരും അറിയരുതെന്നും മറ്റും പറഞ്ഞു. ഞാൻ അവന് ധൈര്യം പകരുന്നതുപോലെ പറഞ്ഞു, ഞാനും നീയും തമ്മിലുള്ള ചാറ്റ് ഞാൻ വഴി മറ്റൊരാൾ അറിയില്ലെന്ന്. അതവന് കൂടുതൽ ധൈര്യം നൽകി. ഞാൻ അവനിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചു. പക്ഷേ ചമ്മൽ കൊണ്ടോ പേടി കൊണ്ടോ അവൻ കൂടുതൽ കഥകൾ അയച്ചില്ല. ഞാൻ തന്നെ മുൻകൈയെടുക്കുവാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് അവനിൽ നിന്നും നല്ല വീഡിയോകളും കഥകളും വീണ്ടും വന്നു തുടങ്ങി. എൻ്റെ ഭാവനകളിൽ ഫൈസിയുടെ മുഖം മാത്രമായിരുന്നു. എന്നിൽ നിന്നും പുറന്തള്ളുന്ന മധുജലത്തിൻ്റെ എല്ലാം കാരണക്കാരൻ ഫൈസി മാത്രമായിരുന്നു. ആ ഇടയ്ക്കാണ് ഫൈസി നാട്ടിൽ വന്നത്. അവനും നൂറും ഉമ്മയും കൂടിയാണ് എൻ്റെ വീട്ടിൽ വന്നത്. അപ്പോൾ എൻ്റെ ശരീരം നന്നായി വിറയ്ക്കുവാൻ തുടങ്ങി. മുൻപ്രാവശ്യത്തെ പോലെ അല്ലായിരുന്നല്ലോ ഇപ്പോൾ. അവൻ എൻ്റെ ആരെല്ലാമോ ആയി മാറിക്കഴിഞ്ഞിരുന്നല്ലോ. ഉമ്മയും നൂറും കാണാതെ ഞാൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.